വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് ചാനൽ. നുസീഫ് ടെക് പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ളത് ഒരു ന്യൂ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അത് ഓൾറെഡി മാർക്കറ്റിൽ ഉള്ള ഒരു ഐറ്റം തന്നെയാണ്, കുറച്ച് പഴയ പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ ഇത് അൺബോക്സ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, വീണ്ടും ഒരു സെൽഫി സ്റ്റിക്ക് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ സെൽഫി സ്റ്റിക്കിനേക്കാളും കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള ഒരു സെൽഫി സ്റ്റിക്കാണ്. മാത്രമല്ല ഇതിലൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ട്രൈപോഡ് ആക്കിയിട്ടും മാറ്റാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിലോട്ട് കടക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബോക്സ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയാണ് ഇതിനുള്ളിൽ സാധനമുള്ളത്. ഇതിനുള്ളിൽ ബോക്സിനുള്ളിൽ വേറൊരു സാധനമില്ല. ഇതിൻ്റെ മോഡൽ ഞാൻ പറഞ്ഞല്ലോ, എത്രയാണ്, YT-1288 കേട്ടോ. ഇത് സെർച്ച് ചെയ്താൽ നമുക്കിത് ഓൺലൈൻ സെല്ല് ചെയ്യണ സൈറ്റിലെല്ലാം ഈ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ എത്രയൊക്കെ മേടിച്ചെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്തുനിന്ന് കിട്ടിയൊരു കടലാസ് കേട്ടോ, ഒരു യൂസർ മാനുവൽ പോലെ ചെറിയൊരു കടലാസ്. സംഭവം ഫുള്ള് ചൈനീസാണ് എഴുതിയിട്ടുള്ളത്. സംഭവം ചൈന പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കവറിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് മീഷോ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. മീഷോൻ്റെ കവറൊക്കെ പാക്ക് ചെയ്തിട്ട് വന്നിരുന്നത്, ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അൺബോക്സ് ചെയ്തപ്പോൾ ഈ സാധനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ റിമോട്ടിനാണ് കംപ്ലയിൻറ്റ് വന്നിരുന്നത്. റിമോട്ട് ചാർജർ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് എവിടെയാണ്. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ സംഭവം ഓണാവും, റിമോട്ട് ഓണാവും. പക്ഷേ ചാർജർ ഊരി കഴിഞ്ഞാൽ സംഭവം ഓഫാവും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നപ്പോൾ ഞാൻ സംഭവം ചെക്ക് ചെയ്തപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് പിന്നെ റിട്ടേൺ ചെയ്യാനൊന്നും തന്നിട്ടില്ല. ഞാനിത് റിപ്പയർ ചെയ്തത്. റിപ്പയർ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കംപ്ലയിൻ്റ് ആയ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണിത്. ഒരു കംപ്ലയിൻ്റ് ആയി കിടന്നിരുന്ന ഒരു ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബാറ്ററി ഞാൻ ഇത് അയച്ചെടുത്തിട്ട്, ഇതിനുള്ളിലായിരുന്ന ബാറ്ററി ഞാൻ ഇതിലുള്ള ബാറ്ററി ഞാൻ റിമൂവ് ചെയ്തിട്ട് ആ ബാറ്ററി ഇതിനകത്ത് ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓൺ ചെയ്യുന്ന ബട്ടൺ ഇവിടെ കേട്ടോ. പ്രസ്സിങ് അല്ല, ഒരു ബാൻഡ് മാതിരി ഒരു ബട്ടണാണിത്. ഇത് ജസ്റ്റ് നിങ്ങൾ നീക്കി കൊടുക്കുമ്പോഴാണ് ഇത് ഓണാവുക. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി കറക്റ്റ് ഇതിനകത്ത് സൂട്ടബിൾ ആയിരുന്നു. ചെറിയൊരു കുഞ്ഞു ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പണിപ്പെട്ടിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വരിക എന്നൊക്കെ പറയുമ്പോഴത്തേനത് കുറേ സമയമെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ അത് വരുമോന്നും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിത് റിപ്പയർ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഏതൊരു പ്രോഡക്റ്റും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഡെഫക്റ്റീവ് അതിൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല, ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്ത ഒരു സെൽഫി സ്റ്റിക്കാണ്, ട്രൈപോഡുള്ളത്. അപ്പോൾ ഞാൻ അന്ന് ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മീഷോന്ന് ഓർഡർ ചെയ്ത് തന്നെയാണ്. ഇത് നമ്മൾ സെൽഫി സ്റ്റിക്ക് നമ്മൾ ചുരുക്കി വെക്കുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് 2 തുള്ളി മറ്റേ സൂപ്പർ ഗ്ലൂ വെറ്റിച്ച് കൊടുത്തു 2 ഭാഗത്തായിട്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചുരുക്കുന്ന സമയത്ത് ആ ഉള്ളിലുള്ള സംഭവം ഇറങ്ങി വരുന്നില്ല. അപ്പോൾ അത് ഫിക്സ് ആയിക്കണം. അപ്പോൾ തൽക്കാലം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഫിക്സ് ആയപ്പോൾ ഒന്ന് ഈ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇത് അൺബോക്സ് ചെയ്യണ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ റിമോട്ട് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്തത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ മുതൽ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേട്ടോ. അത്ര ലെങ്ത്തുള്ളത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അത്ര വലിയ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. പിന്നെ ജസ്റ്റ് ഒരു കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തെന്നുള്ളൂ. സംഭവം അത്യാവശ്യം എല്ലാവരും കുറച്ച് നല്ല റിവ്യൂ ഒക്കെ കൊടുത്ത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്താണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ലോക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ലോക്കുണ്ട് ഇതിന്. 3 ലോക്കാണ് ഇതിന് വരുന്നത്. കണ്ടോ, 3 ലോക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുൾ ലെങ്ത്തിൽ നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോസിൽ നമുക്കത് കാണുമെന്നറിയില്ല. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഫുൾ ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ബാൻഡ് ലോക്ക് ചെയ്തു.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത്താണ്. ഞാൻ ആ പഴയ സെൽഫി സ്റ്റിക്ക് ഇതും കൂടി കമ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ പഴയ സെൽഫി സ്റ്റിക്ക് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്, അതും ഇതും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത്ര ഡിഫറൻസ് ഉണ്ടെന്ന്. ഇതിൻ്റെ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മടങ്ങ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഇനി ഇത് 2 സെൽഫി സ്റ്റിക്ക് കൂടി ചേരുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പമാവും. അപ്പോൾ അതാണ് ഇത് ഇത്രയുള്ളത്. ഓക്കെ, എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഈ 2 സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു വലിപ്പമാണ് ഇപ്പോൾ ഇത്. അങ്ങനത്തെ 2 സെൽഫി സ്റ്റിക്ക് ഒപ്പം വെക്കുമ്പോൾ ഒരു വലിപ്പമാണ് ഈ 8 സെൽഫി സ്റ്റിക്കിന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന ഭാഗം. ഈ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന ഭാഗം നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഇത് എനിക്ക് വല്ലാതൊരു ഇഷ്ടപ്പെടാത്തൊരു സ്റ്റാൻഡ് ടൈപ്പാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഊരെടുത്തിട്ട് വേറെ ഇത് മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന അതുപോലത്തെ സ്റ്റാൻഡ് വേണമെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഒരു ഇതുണ്ട്, ഒരു ചെറിയ റൗണ്ട് ഒരു സംഭവമുണ്ട്. അത് നമ്മളിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ലൂസാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഊരിയെടുക്കാൻ കഴിയും. ഇനി എന്നിട്ട് ഇതിന് പകരം നമുക്ക് വേറെ ഏത് സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിന് വേറെ നമുക്കൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ്, ബാങ്ക് കൊടുക്കണ്ടായിരുന്നു, അതാ ജസ്റ്റ് ഒന്ന് വീഡിയോ കട്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഊരിയെടുത്ത ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ ഊരിയെടുത്തതാണ് ഇത്. അപ്പോൾ ഇതിന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതിന് മുമ്പ് പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണിത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് മൊബൈൽ സെറ്റ് ചെയ്യാൻ ഇതിനൊക്കെ. അപ്പോൾ ഇത് നമുക്കിതിലൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിൽ ഓക്കെ ഉണ്ടോ, ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ഒരു സ്ക്രൂ ടൈപ്പാണ് ഇത് വരുന്നത്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നില്ല ഈ സാധനം. ഇതിന് മൊബൈൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവുകയും ചെയ്യും. മൊബൈൽ പെട്ടെന്ന് അങ്ങനെ താഴെ വീഴുന്നുള്ള പേടിയില്ല. നല്ല ടൈറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു സാധനം. ഇത് നമുക്ക് സെപ്പറേറ്റ് ഓൺലൈനിൽ വാങ്ങാൻ പറ്റിയ സാധനം. അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ സൂട്ടാക്കാം. മാത്രമല്ല ഈ സെൽഫി സ്റ്റിക്കിന് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു മിറർ മാതിരി ഒരു സംഭവം. ഇതിപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സെൽഫി എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നമ്മുടെ മുഖം ഇതിൽ ജസ്റ്റ് കണ്ടുകൊണ്ട് നമുക്ക് സെൽഫി ക്ലിക്ക് ചെയ്യാമെന്നുള്ള ഉദ്ദേശമാണ് കൊടുത്തിട്ട്. പക്ഷേ ഇത് ഇത്ര പെർഫെക്ഷനായിട്ടൊന്നും നമുക്ക് ഇതിലൊന്നും കാണാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ കൊടുത്തു എന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഉപകാരം നമുക്കില്ല. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ സെൽഫി സ്റ്റിക്ക്. ഇതിന് വേറെ സ്റ്റാൻഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടി ഇതിലുണ്ട്. മറ്റ് സെൽഫി സ്റ്റിക്കിൽ അങ്ങനെ നമ്മൾ സാധാരണ കണ്ടിട്ടില്ല. ഇതിലങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേറെ മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ മാത്രമല്ല ഇതിന് ഞാൻ പറഞ്ഞിരുന്നു ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ട്രൈപ്പോഡാക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു മിനി ട്രൈപ്പോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ താഴെ നിർത്തിയിട്ട് ഇതിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ചെറിയ മിനി ട്രൈപ്പോഡ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിന് പകരം ഞാൻ എൻ്റെ കയ്യിലൊരു ഡിജിടെക്കിൻ്റെ ഒരു ട്രൈപ്പോഡ്, ഒരു വലിയ ട്രൈപ്പോഡുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഡിജിടെക്കിൻ്റെ ട്രൈപ്പോഡാണ്. ഇത് ഈ പോർഷനിലുള്ള ഒരു ഭാഗമാണിത്. ഇതിൽ നമുക്ക് നമ്മൾ അൺബോക്സ് ചെയ്ത സെൽഫി സ്റ്റിക്ക് ഇതിലൊന്ന് നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഈ ഭാഗം നമ്മളതിൻ്റെ താഴെ സെറ്റ് ചെയ്യണം. അത് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിൽ നമ്മളെ സെൽഫി സ്റ്റിക്ക് ഞാനിതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ലെങ്ത്ത് കൂട്ടുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്താക്കാൻ കഴിയട്ടോ നമുക്ക്.
സെൽഫി സ്റ്റിക്കിൻ്റെ റിമോട്ടിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സാധാരണ സെൽഫി സ്റ്റിക്കിന് വരുന്ന റിമോട്ടിന് ഒരു ബട്ടണേ സാധാരണ നമ്മൾ കാണലുള്ളൂ, ഒരു ക്യാമറ ബട്ടൺ, ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ മാത്രമായിട്ട്. ഇതിലിപ്പോൾ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബട്ടൺ ഉള്ളതുകൊണ്ട് എന്താ ഉപകാരം വെച്ചാൽ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പ്ലസ് മൈനസ് എന്നുള്ള ബട്ടൺ നമുക്ക് വീഡിയോ സൂം ഇൻ ചെയ്യാനും ഔട്ട് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ 3 ബട്ടണോട് കൂടിയാണ് ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഊരിയെടുത്ത ആദ്യം ഇതിൽ ഉണ്ടായിരുന്ന സ്റ്റാൻഡ് തന്നെയാണ്, അത് തിരിച്ച് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്യാണ്. അത് തിരിച്ച് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ നേരെ ഇതിലോട്ട് കയറ്റിയിട്ട് നമുക്ക് ഇതിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഫുൾ ലെങ്ത് ആക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ നമ്മുടെ ആ ട്രൈപോഡിൽ നിന്ന് നമ്മുടെ ക്യാമറ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ സെൽഫി സ്റ്റിക്കിലോട്ടാട്ടോ നമ്മളിത് ഫിക്സ് ചെയ്യണത്. സെൽഫി സ്റ്റിക്കിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നമ്മളെ സെൽഫി സ്റ്റിക്കിലാണിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്ലിപ്പ് റിമൂവ് ചെയ്യുകയാണ് സെൽഫി സ്റ്റിക്കിൻ്റെ. ഇതിപ്പോൾ ഒരു ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ടുള്ളൊരു വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ടുള്ളത്. നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാനുണ്ട്. ലെങ്ത്ത് കൂടുന്തോറും നമുക്ക് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇപ്പോൾ ഒരു ക്ലിപ്പാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി രണ്ടാമത്തെ ക്ലിപ്പ് കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ ക്ലിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും ലെങ്ത്താണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു ക്ലിപ്പും കൂടി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് 3 ക്ലിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു വിഷ്വലാട്ടോ ഇത്. ഇപ്പോൾ ഫുൾ ലെങ്ത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണ്, കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. കുറച്ച് മൊബൈലിൻ്റെ വെയിറ്റും ഉണ്ട്, അതുകൊണ്ടായിരിക്കാം വെയിറ്റ് കുറച്ചുണ്ട്. ഫുൾ ലെങ്ത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്നാലും കുറച്ച് ദൂരം നിന്നുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സെൽഫി സ്റ്റിക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിത് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് തൽക്കാലം ഒന്ന് ചെറുതാക്കിയേക്കാം. ഓക്കെ, നല്ലൊരു വിഷ്വലാണ് കേട്ടോ കിട്ടുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ക്യാമറ ഒന്ന് ഓണാക്കാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് ഫുൾ ലെങ്ത്തിലാണ് പെട്ടിട്ടുള്ളത്, അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൂച്ചിപ്പോൾ മാങ്ങ കാണുന്നുണ്ട്, നമുക്കതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഏകദേശം മാങ്ങയുടെ അടുത്ത് തന്നെ നമുക്ക് ക്യാമറ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തോട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് സെൽഫി സ്റ്റിക്ക്. ആ വലിപ്പമുണ്ട്, വെറുതെ പറഞ്ഞ കേട്ടോ, തോട്ടിയുടെ വലിപ്പമൊന്നുമില്ല, ആയാലും നല്ല ലെങ്ത്ത് ഉള്ളൊരു സംഭവമാണിത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ സെൽഫി സ്റ്റിക്കിൻ്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രൈസ് ജസ്റ്റ് എനിക്ക് ഇത് കുറേ മുമ്പ് ഓർഡർ ചെയ്ത് വാങ്ങിയൊരു സെൽഫി സ്റ്റിക്കാണ്. അൺബോക്സ് ചെയ്യാൻ കുറേ വൈകിയതാണ്. അപ്പോൾ അതിൻ്റെ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് മുമ്പ് വാങ്ങുമ്പോൾ പ്രൈസ് കൂടുതലായിരുന്നു, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഒരു പുതിയ അക്കൗണ്ടിൽ നിന്നാണ് ഞാനിത് ഈ സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 100 രൂപ ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് ഈ സെൽഫി സ്റ്റിക്കിന് വന്ന പ്രൈസാണ് 437 രൂപ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പ്രൈസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ അല്ല, ആമസോണിൽ കിട്ടുന്ന ലിങ്കും മീഷോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീണ്ടും പുതിയൊരു വീഡിയോസുമായി കാണുന്നവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.